വിശദമായി നോക്കാം. കർണാടകയിലെ അങ്കോളിയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുനായി തെരച്ചിൽ തുടരുകയാണ്. അർജുൻ അടക്കം 3 പേർക്കായാണ് തെരച്ചിൽ തുടരുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയുടേതടക്കം 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. പ്രദേശത്തെ 40% മണ്ണ് നീക്കം ചെയ്തു. മണ്ണിനടിയിലായ ബെൻസ് കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി. പ്രദേശത്തെ 6 വീടുകൾ പൂർണ്ണമായും 10ലേറെ വീടുകൾ ഭാഗികമായും തകർന്നു. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, 3 ജീവനുകളാണ് ഇപ്പോഴും മണ്ണിനടിയിലുള്ളത്. അവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? ആര്യ, ഈ ശക്തമായ മഴ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ദുർഘടം ആണ് ഈ രക്ഷാപ്രവർത്തനം. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. NDRFന്റെ ഒരു സംഘം കൂടി ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ NDRF സംഘത്തിലെ സഹായം തേടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെൻസ് കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. നേരത്തെ കാണാതായി എന്ന് പറഞ്ഞ ബെൻസ് കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. അപ്പോഴും അർജുനന്റെ ലോറിയോ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്ത് നിന്നും 40% മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇനി എത്ര വൈകുന്നവർ വരെ ഈ രക്ഷാപ്രവർത്തനം തുടരാൻ പറ്റുമെന്ന് പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇപ്പോഴും ഈ മല ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ആളുകളെ എല്ലാം ഈ പ്രദേശത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. പ്രധാനമായും ഈ ഗ്യാസ് ടാങ്കറിന്റെ കുറ്റി കണ്ടെത്തിയതോടുകൂടിയാണ് ഒരു ആശങ്ക പരന്നത്. ഇത്തരത്തിൽ ചോർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തു നിന്നുള്ള വീടുകളിൽ നിന്നുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പൂർണ്ണമായും ഈ ദേശീയപാത ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ഇപ്പോഴും തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. എന്തായാലും കൂടുതൽ സംഘം വൈകുന്നേരത്തോടു കൂടി എത്തും. നാളെ മുതൽ ഊർജിതമായ അന്വേഷണം ഉണ്ടാകും, തെരച്ചിലുണ്ടാകുമെന്നാണ് അറിയിക്കുന്നത് ജില്ലാ ഭരണകൂടം. ഏതായാലും ഇപ്പോ അന്വേഷണം വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ആര്യ, ബൈജു, ഇതിലെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് ചൊവ്വാഴ്ച നടന്ന ഒരു അപകടമാണ്. ദിവസം ഇപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കുന്നു. ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും നമുക്ക് അർജുൻ അടക്കമുള്ളവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്ത് പ്രതീക്ഷയാണ് ഈ രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നത് ഈ ഘട്ടത്തിൽ? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനം ഈ ബെൻസ് വാഹനത്തിന്റെ കൃത്യമായി ഇതിന്റെ ഈ GPS കണ്ടെത്തിയാണ്, ഈ സ്ഥലം കണ്ടെത്തിയതാണ്. അതോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ യന്ത്രം പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയതും വലിയ ആശ്വാസവും വലിയ പ്രതീക്ഷയുമാണ് പകരുന്നത്. ഒപ്പം ഇന്ന് രാവിലെ 8 മണിക്ക് ഈ ഫോൺ വിളിച്ചപ്പോൾ റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്, നിലവിൽ സ്വിച്ച് ഓഫ് ആണെങ്കിലും രാവിലെ 8 മണിക്ക് കൃത്യമായി ഇത് ഫോൺ റിംഗ് ആയിരുന്നു. അതും വലിയ പ്രതീക്ഷ പകരുന്നുണ്ട്. ഏതായാലും ഈ പുഴ, ഇതിന് സമീപത്തുള്ള പുഴയിലേക്കാണ് വലിയ തോതിലുള്ള ഈ കുന്നിടിഞ്ഞ് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതെങ്കിലും സാഹചര്യത്തിൽ പുഴയിലേക്ക് ഇത് ഒഴുക്കിൽ പെട്ടുപോയോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവത്തോടു കൂടി വലിയ പ്രതീക്ഷ തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരച്ചിൽ ഊർജിതമാക്കിയത്. ഇപ്പോഴും മണ്ണിനടിയിൽ ഈ ലോറി അകപ്പെട്ടിട്ടുണ്ടാകുമെന്ന ഒരു വിശ്വാസത്തിലാണുള്ളത്. പ്രധാനമായും എഞ്ചിൻ ഓഫ് ആവാത്തത് ഈ വലിയ പ്രതീക്ഷയാണ്. കാരണം AC ഇട്ട് ഇത്തരത്തിൽ വിശ്രമിക്കുന്ന സമയത്തായിരിക്കണം ഈ വലിയ കുന്ന് അപ്പാടെ ഇടിഞ്ഞ് റോഡിലേക്ക് വീണതെന്നാണ് ഒരു നിഗമനമുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ സുരക്ഷിതമായി തന്നെ ഉണ്ടാകും. പക്ഷെ അത് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ 3-4 JCB മാത്രം ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. പക്ഷെ അത് നമുക്കറിയാം, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് നമുക്കറിയാം. കാരണം ഒരു പുഴയുടെ ഒരു ഭാഗം തന്നെ മൂടി ഒരു കുന്നുപോലെ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. അത്രയും വലിയൊരു മലയാണ് ഇടിഞ്ഞ് ഈ താഴേക്ക് പതിച്ചത്. അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യാൻ പറ്റും. അതിന് കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അത്തരത്തിൽ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇത് പരിശോധന നടത്തി വരും. അതിനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ ലോറി ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനമായും നോക്കുന്നത്. ആ സ്ഥലം മാത്രം കൃത്യമായി JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാനാണ് ഏതായാലും ആലോചനയിലുള്ളത്. ഏതായാലും ഈ ബെൻസ് കാർ കണ്ടെത്തിയതൊരു ആശ്വാസമായിരുന്നു. ബെൻസ് കാർ ഇപ്പോൾ കണ്ടെത്തിയതും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഈ പ്രദേശത്ത് ആരെയും തന്നെ കയറ്റിവിടുന്നില്ല. മാധ്യമ പ്രവർത്തകരെ പോലും ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. കാരണം
വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ശക്തമായ മഴ. ഈ പ്രദേശത്ത് റെഡ് അലർട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് മാധ്യമപ്രവർത്തകരും പോകരുതെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മഴ വീണ്ടും കനക്കാനാണ് സാധ്യത. അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് ഈ പ്രദേശത്തെല്ലാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം 4 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മലകളെല്ലാം ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴാവുന്ന ഒരു ഭാഗത്തുള്ളത്. പ്രധാനമായും അശാസ്ത്രീയമായ ഈ ദേശീയപാതയുടെ നിർമ്മാണമാണ് നാട്ടുകാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. ആ രീതിയാണ് ഇവിടെ പ്രവർത്തികൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതാണ് ഈ അപകടത്തിനും കാരണം എന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ കൃത്യമായി ഇപ്പോൾ ഈ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ സംഘങ്ങൾ ഇതിന് തെരച്ചിലിനായി എത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ലോറി ഏതെങ്കിലും തരത്തിൽ മണ്ണിനടിയിലുണ്ടോ മറ്റോ കണ്ടെത്താൻ സാധിക്കൂ എന്നൊരു അവസ്ഥ നിലവിലുണ്ട്. വലിയ തോതിൽ മണ്ണ് കുന്നിഞ്ഞു കൂടിയ ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കനത്ത മഴയും ഈ ഭാഗത്ത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്യ, ബൈജു, ഇതിപ്പോൾ അർജുൻ അടക്കം 3 പേർക്കായിട്ടുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ അർജുൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കർണാടക സ്വദേശികളാണോ? നിലവിൽ എല്ലാവരും കർണാടക സ്വദേശികളാണ്. ഈ സമീപത്ത് തന്നെ താമസിക്കുന്ന സ്ത്രീ ഒഴുക്കിൽപ്പെട്ടതായി പറയുന്നുണ്ട്. അവർക്കായും ഇപ്പോൾ നേവിയുടെ സഹായത്തോടു കൂടി ഈ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതായാണ് പറയുന്നത്. അവിടെയും തിരച്ചിൽ നടത്തുന്നുണ്ട്. നിലവിൽ ഈ കട നടത്തുന്ന അവര് ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഇവരിൽ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ നിരവധി വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന ഒരു വിവരവും വരുന്നുണ്ട്. ഏതായാലും 4ഓളം വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അർജുൻ ഉണ്ടായിരുന്ന ലോറി ഉൾപ്പെടെ 4ഓളം വാഹനങ്ങൾ. അതിലൊരു ബെൻസാണ് ഇപ്പോൾ ബെൻസ് കാറിനാണ് ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി അർജുൻ ഉൾപ്പെടെയുള്ളവരുടെ ബാക്കി വരുന്ന 3 വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനി വലിയ തോതിലുള്ള മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം ഇനി എത്ര മണിവരെ തുടരാനാവും എന്നൊരു ആശങ്കയും ജില്ലാ ഭരണകൂടം പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. പക്ഷേ രാത്രിയും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു ആലോചനയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിലൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുന്ന് ഇപ്പോഴും ചെറിയ തോതിൽ ഇടിഞ്ഞ് താഴോട്ട് വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ബൈജു, ഒരു കാര്യം കൂടി, അതായത് ഇതിപ്പോൾ ചൊവ്വാഴ്ച നടന്ന അപകടമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, വലിയ നാശനഷ്ടമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു റോഡ് പൂർണ്ണമായും ഒഴുകിപ്പോകുന്ന ഒരു മണ്ണ് ഇടിഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങി വരുന്ന അത്രത്തോളം വലിയൊരു അപകടം. ഈ അപകടം സംഭവിച്ചു, നിരവധി ആളുകൾ ആ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് നടന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ടോ? തീർച്ചയായും രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൊവ്വാഴ്ച രാവിലെ 8:30 ഈ അപകടം നടന്നത്. അതിനുശേഷം ഈ കന്നഡ ചാനലുകളിലൊക്കെ വലിയ തോതിൽ ഇത് വാർത്തയായിരുന്നു. പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു. കാരണം ഈ ഗതാഗതം തന്നെ പൂർണ്ണമായും ഈ ദേശീയപാത നമുക്കറിയാം, പൂനെ മംഗളൂരു വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയാണ്. നമ്മുടെ കേരളത്തിലേക്ക് ഉൾപ്പെടെ നമുക്ക് എത്തേണ്ട, അത് ഗോവ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു ദേശീയപാതയാണ്. 3-4 ദിവസം ഇത്തരത്തിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അത് വളരെ മന്ദഗതിയിലായിരുന്നു. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിൽ തന്നെയാണ് നടക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം 3-4 JCB മാത്രം കൊണ്ടുവന്ന് ഇത്തരത്തിൽ മണ്ണ് മാന്താനുള്ള ശ്രമം, മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും ആ രീതിയിലൊരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങളിൽ വലിയ വാർത്ത, നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്ത ഇത് പുറത്തു വന്നതും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് കർണാടക മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഒപ്പം കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ ഇടപെടൽ നടത്തി. പിന്നീടാണ് ഇതിനൊരു വേഗത വന്നതും NDRFന്റെ ഒരു സംഘം കൂടി ഇവിടത്തേക്ക് എത്തുന്നതും. ഏതായാലും കാസർഗോഡ് നിന്നുള്ള ഒരു NDRFന്റെ സംഘം കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം 300 കിലോമീറ്ററോളം ദൂരമാണ് നമുക്ക് കാസർഗോഡ് അതിർത്തിയിൽ നിന്നും ഈ പ്രദേശത്തേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുക വളരെ വൈകിയായിരിക്കും. എന്തായാലും നാളെ മുതൽ ഇന്ന്
ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചാൽ നാളെ അതിരാവിലെ മുതൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ സംഘങ്ങൾ അപ്പോഴേക്കും ഇവിടെ എത്തിക്കാനും ഒപ്പം സാങ്കേതിക വിദ്യ, അതായത് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ മാത്രമാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു മലയാളി കൂടി ആ വലിയ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് അറിഞ്ഞ പാടെ തന്നെ നമ്മൾ മാധ്യമങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ തന്നെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പിന്നീട് തുടർന്ന് അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ സർക്കാരിന്റെ ഒരു ഇടപെടലോട് കൂടിയിട്ട് ഈ അപകടം എത്രത്തോളം വ്യാപ്തിയുള്ളതാണോ അതിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കണം, അല്ലേ? അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഈ അർജുൻ പലപ്പോഴും ഈ ഇത്തരത്തിൽ ലോറിയുമായി യാത്ര പോകുമ്പോൾ 10-15 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരാറുള്ളതെന്നാണ് ഈ കുടുംബം പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി തിങ്കളാഴ്ച രാത്രിയാണ് വീട്ടുകാരുമായി അർജുൻ ബന്ധപ്പെടുന്നത്. ഒപ്പം 16-ാം തീയതി ഈ അപകടം നടന്ന ദിവസം പുലർച്ചെ 3 മണിക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ അദ്ദേഹം വിളിച്ച് സംസാരിച്ചു. താൻ വിശ്രമിക്കാൻ പോവുകയാണ്, താൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ അപകട വിവരങ്ങൾ കേരളത്തിൽ ഈ സംസ്ഥാനത്ത് ഇത് വലിയൊരു വാർത്തയുമായിരുന്നില്ല. കന്നഡ ചാനലുകളിൽ വലിയ വാർത്തയായിരുന്നു ഇത്തരത്തിൽ വലിയ ദുരന്തമുണ്ടായത്. പക്ഷെ ഈ മലയാളി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പിന്നീട് ഇവരുടെ സംശയവും പിന്നീട് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇത് വലിയ വാർത്ത കേരളത്തിൽ ഉൾപ്പെടെ ഇത് വലിയ വാർത്തയാകുന്നതും പിന്നീട് ഊർജിതമായ അന്വേഷണത്തിന് ഇത്തരത്തിൽ ഇടപെടൽ ഉണ്ടാവുന്നതും അതിനുശേഷമായിരിക്കും വേണം കൃത്യമായി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇടപെടൽ സമ്മർദ്ദവും ഉണ്ടായി. അതിനുശേഷമാണ് ഈ കുറച്ചെങ്കിലും ഈ ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചത് രക്ഷാപ്രവർത്തനത്തിനായി. ഇപ്പോഴും ആ പ്രദേശത്തുള്ള നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒഴുക്കിൽ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരു അഭ്യൂഹം പ്രചരിക്കുന്നുണ്ട്. എത്രത്തോളം ഈ ദുരന്തത്തിന് എത്രത്തോളം ആഘാതം ഉണ്ടായി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത സർക്കാരിന്, കർണാടക സർക്കാരിന് ഇല്ല. നിലവിൽ 7 പേരുടെ മരണം മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പേർ ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹം പുഴയിലൂടെ ഒഴുകി പോകുന്നത് കണ്ടവരുണ്ട്. ആ മൃതദേഹം ഉൾപ്പെടെ തെരച്ചിലിനാണ് നേവിയുടെ സഹായം തേടിയത്. നേവി ആ തരത്തിലുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാൽ ഈ പുഴയിൽ വലിയ തോതിൽ ഈ മണ്ണ് അടിഞ്ഞു കൂടി ഒരു കുന്നുപോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. നമുക്കറിയാം ഇത്രയും വലിയൊരു പുഴ അങ്ങനെ ആവണമെങ്കിൽ എത്രത്തോളം വലിയ വ്യാപ്തി ഈ ദുരന്തത്തിനുണ്ട് എന്നത്. ഏതായാലും ആ ലോറി എന്തായാലും മണ്ണിനടിയിൽ ഉണ്ടാകാനാണ് സാധ്യത. കാരണം ഈ എഞ്ചിൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, മൊബൈൽ റിങ് ആവുന്ന സാഹചര്യം, ഇതൊക്കെ കണക്കുകൂട്ടിയാണ് മണ്ണിനടിയിൽ തന്നെ GPS സംവിധാനത്തിലും മണ്ണിനടിയിലുള്ളതായാണ് ഇവർക്ക് റിപ്പോർട്ട് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മണ്ണിനടിയിൽ അകപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തിരച്ചിൽ ഊർജിതമാക്കിയത്. ഏതായാലും ജീവനോടെ തന്നെ അർജുൻ ഉണ്ടാകും, അർജുൻ തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷയോടെ കുടുംബവും പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നത്. നമ്മളും അതേ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളും ഉള്ളത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എല്ലാവരും അർജുൻ തിരികെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അതിനുള്ള ഒരു ശുഭസൂചന എന്നവണ്ണമാണ് അർജുന്റെ ഫോൺ ഇന്ന് രാവിലെയും റിംഗ് ചെയ്തിരുന്നു. ആ സിഗ്നൽ ലഭിക്കുന്നത് ആ മണ്ണിനടിയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ആ ഒരു വിവരം നമ്മളെ തേടിയെത്തിയത്. ഏതായാലും പുഴയിലേക്ക് അർജുൻ പോയിട്ടുണ്ടാകില്ല, ഒഴുകി പോയിട്ടുണ്ടാവില്ല എന്നുള്ള സൂചന തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തകരെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബൈജു ഇവിടെ നിർണായകമായത് ആ ബെൻസിന്റെ സിഗ്നൽ ലഭിച്ചതാണല്ലോ. ഈ ബെൻസിൽ ഉണ്ടായിരുന്നത് എത്ര പേരാണ്, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ആര്യ. പ്രധാനമായും ഈ പ്രദേശത്ത് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ കയറ്റിവിടാത്തൊരു സാഹചര്യമുണ്ട്. അതിന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഈ മണ്ണിടിച്ചിൽ വളരെ രൂക്ഷമാണ്. ഇപ്പോഴും മണ്ണിടിച്ചിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയുടെ ആ പ്രദേശത്തേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. പക്ഷേ ഈ കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇതിനൊരു വ്യക്തത നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ബൈജു ഒരു കാര്യം കൂടി, താൽക്കാലികമായി ഇവിടെ ഇപ്പോൾ തെരച്ചിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഈ മഴ മൂലം നിർത്തിവെച്ചിരിക്കുകയാണോ? നിർത്തിവെച്ചതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മന്ദഗതിയിലാണ്. 2-3 JCB മാത്രം ഉപയോഗിച്ച് മുകളിലുള്ള മണ്ണ് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. അതല്ലാതെ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ല. പക്ഷെ ഈ രാത്രി തിരച്ചിൽ നടത്താൻ പറ്റുമോ എന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത് സംബന്ധിച്ച ഒരു തീരുമാനമായിട്ടില്ല. പക്ഷെ ഇതിന് രാത്രി കൂടി അത്തരത്തിൽ തിരച്ചിൽ നടത്തിയാൽ മാത്രമേ എത്രയും പെട്ടെന്ന്, കാരണം ഇത് ചൊവ്വാഴ്ച നടന്നൊരു അപകടമാണ്. ഇപ്പോൾ ഇന്ന് ദിവസം നാലാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്. അത്രത്തോളം ദിവസം ഇനി അഥവാ ഈ ലോറി ഈ മണ്ണിനടിയിൽ സുരക്ഷിതമായി തന്നെ അർജുൻ ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അർജുനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ലോറി കണ്ടെത്താൻ
കണ്ടെത്താനുള്ള ശ്രമമാണോ? അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഉൾപ്പെടെ തെരച്ചിൽ നടത്തണമെന്നാണ് കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഇവരുടെ കുടുംബവും ഒപ്പം ലോറി ഉടമ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അവർ എത്തിയിട്ടുണ്ട്. അവരും ആവശ്യപ്പെടുന്നത് ആ രീതിയിലാണ്. ഇന്ന് തെരച്ചിൽ രാത്രിയും ഉണ്ടാകണം എന്ന രീതിയിലാണ്. പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ അതിന് എത്രത്തോളം സാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ ആളുകളെ കയറ്റിവിടുന്നത് പൂർണ്ണമായും നിരോധിച്ചത്. ഒപ്പം മാധ്യമങ്ങളെയും ഈ പ്രദേശത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിന് പ്രധാനമായും പറയുന്നത് ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും ജീവന് അപകട ഭീഷണിയാണ് ഈ മണ്ണിടിച്ചിൽ എന്നാണ്. അതൊരു ആശങ്ക ഉയർന്നത്. മഴ ശക്തമായി തന്നെ ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ തുടരുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ദക്ഷിണ കന്നഡ. അത് ഈ സ്ഥലങ്ങളൊക്കെ ആ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഏതായാലും രാത്രി കൂടി തെരച്ചിലുണ്ടാകുമോ എന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അല്പസമയത്തിനകം നമുക്ക് സ്ഥിരീകരണം ലഭിക്കും. ഒപ്പം ബെൻസ് കാറിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളും നമുക്ക് വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ പറ്റും. ആര്യ, ശരി. കെ വി ബൈജു ആണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ അങ്കോളയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് ഉണ്ടായ അപകടത്തിൽ 3 പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ അർജുൻ എന്ന കോഴിക്കോട് സ്വദേശിയുണ്ട്. അർജുനായുള്ള തെരച്ചിൽ, അർജുനടക്കം 3 ജീവനുകൾക്കായുള്ള തെരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർജുൻ ഈ മണ്ണിനടിയിൽ തന്നെയുണ്ട്. ഇന്ന് രാവിലെ തന്നെ അർജുന്റെ ഫോണിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ ആ മണ്ണിനടിയിൽ തന്നെയുണ്ട്. ലോറിക്കുള്ളിൽ, ക്യാബിനുള്ളിലാണ് അർജുൻ ഉള്ളത് എങ്കിൽ ജീവനോടെ തന്നെ അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് കുടുംബവും രക്ഷാപ്രവർത്തകരും എല്ലാവരും ഉള്ളത്. ഇപ്പോൾ മഴ ശക്തമായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. തുടരെ വീണ്ടും മണ്ണിടിയുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ വളരെ സുഗമമായി വളരെ ശക്തമായുള്ള രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കൂടി ഈ ഒരു തെരച്ചിൽ തുടരണമോ അതോ നാളെ രാവിലേക്ക് ഈ തെരച്ചിൽ ഇനി മാറ്റിവെക്കണമോ എന്നുള്ള ആലോചന അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ കുടുംബം ശക്തമായി ആവശ്യപ്പെടുകയാണ് രാത്രിയിലുടനീളം ഈ രക്ഷാപ്രവർത്തനം തുടരണം എന്നുള്ളത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല.